ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ നോക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നത്. സാധാരണ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതും ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇൻഡയറക്റ്റ് മെത്തേഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. 90% യൂസ് ചെയ്യുക ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇവിടെ 3 ആക്ടിവിറ്റീസുകളുണ്ടാവും: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. 3 ആക്ടിവിറ്റീസിലൂടെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും നോക്കുകയാണ് ചെയ്യുക. ക്യാഷിൻ്റെ ഇൻഫ്ലോസും ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് വന്നതും ക്യാഷ് പോയതും കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ആക്ടിവിറ്റീസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് നോക്കുക. പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, അതെടുത്ത് എഴുതാം. ബാലൻസ് ഷീറ്റാണ് തരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും തന്നിട്ടുണ്ടാകും. ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും ചിലപ്പം തരിക. 2 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2018, 2019 2 വർഷത്തെ പ്രോഫിറ്റ് തരുന്നു. 2018 60,000, 2019 80,000 തരുന്നതെങ്കിൽ ഈ 80,000 എന്തും കൂടി അടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് മൈനസ് ചെയ്യുക. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്ര വരുള്ളൂ? 20,000 വരുള്ളൂ. അപ്പോൾ ആ 20,000 നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു എമൗണ്ട് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യാം. പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിൻ്റെ അകത്ത് ക്രെഡിറ്റ് സൈഡിലുണ്ടാവും. ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റൊക്കെ ഇതിൻ്റെ അകത്ത് ലെസ് ചെയ്ത്. അപ്പം നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. അതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യേണ്ടത് ഡിക്രീസിങ് കറണ്ട് അസറ്റാണ്, ഇൻക്രീസിങ് കറണ്ട് ലയബിലിറ്റീസാണ് ആഡ് ചെയ്യേണ്ടത്. ഡിക്രീസിങ് കറണ്ട് അസറ്റ്, 2 വർഷത്തെ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ടാവും, അത് ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്ക് ഒരു 5,000 കഴിഞ്ഞ വർഷം, ഈ വർഷം ഒരു 4,000 ആണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ 5,000 4,000 എത്രയാണ് ഡിക്രീസ് ആയത്? 1,000 ആണ്. ആ 1,000 എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതാണ് ഡിക്രീസിങ് കറണ്ട് അസറ്റ്. ഇനി ഇൻക്രീസിങ് കറണ്ട് ലയബിലിറ്റീസ് ആണെന്ന് വിചാരിക്കുക. ക്രെഡിറ്റേഴ്സ് ഒരു 6,000 കഴിഞ്ഞ വർഷം, ഈ വർഷം ഒരു 8,000 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻക്രീസ് ആണ്, ഇൻക്രീസിങ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. 2,000 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഏതാണ് ലെസ് ചെയ്യേണ്ടത്? ഇൻക്രീസിങ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു 8,000 ഇൻക്രീസ് ആണ് വേണ്ടത്. അപ്പം 10,000 ഈ വർഷം 10,000 ആയിട്ടുണ്ട്. അപ്പം 2,000 ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ലെസ്. ഇനി ഡിക്രീസിങ് കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് തന്നെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കഴിഞ്ഞ വർഷം ഒരു 8,000, ഈ വർഷം 6,000 ഉള്ളൂ. അപ്പോൾ ഡിക്രീസ് ആയിട്ടുണ്ട്. ഡിക്രീസിങ് കറണ്ട് ലയബിലിറ്റീസ് ആണ്, അത് ലെസ് ചെയ്യുക. അപ്പോൾ ആ കിട്ടിയ എമൗണ്ട് നിങ്ങൾക്ക്, ആ കിട്ടിയ എമൗണ്ടിന് ഇൻകം ടാക്സ് കുറക്കുക. ഇൻകം ടാക്സ് പെയ്ഡ് മറ്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ ആയിട്ട് കിട്ടും.
ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റീസ്. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ആക്ടിവിറ്റീസ്. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താ ആക്ടിവിറ്റീസ്? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അതും വളരെ സിമ്പിളാണ്. ചില സമയത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ചില അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റീസാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ആണ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സെയിൽ നടത്തിയാൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇങ്ങോട്ട് ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരിക ഇൻഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ മൈനസ് ഫിഗർ നമ്മൾ ബ്രാക്കറ്റിലിട്ടിട്ട് ലെസ് ചെയ്യും. അതാണ് ബ്രാക്കറ്റിലിടുന്നത്. മൈനസ് ഫിഗർ ആയതുകൊണ്ട് ബ്രാക്കറ്റിലും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഇൻഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ഒക്കെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തിടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തരും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിക്സഡ് അസറ്റും ഈ വർഷത്തെ ഫിക്സഡ് അസറ്റും തരും, ഡിപ്രീസിയേഷനും തരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പർച്ചേസ് ആണോ സെയിലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. അതുമാത്രമേ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നുള്ളൂ. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസാണ് മൂന്നാമത്തത്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട്ഫ്ലോ ആണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിലിടുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ഷെയർസ് ആണല്ലോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതേപോലെ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഇൻഫ്ലോ ആണ്. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ലോൺസ് റേസ്ഡ്, ലോൺ എന്ത് ചെയ്തു? പുതിയ ലോണുകൾ വാങ്ങിച്ചു, ലോൺസ് റേസ് ചെയ്തു. അപ്പോൾ അത് എന്താ? ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനി ലോണ് പേ ചെയ്താൽ അത് ഔട്ട്ഫ്ലോ ആയിരിക്കും. അതായത് ഇൻ്ററിൻ ഡിവിഡൻറ്റ് പെയ്ഡ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻ്ററിൻ ഡിവിഡൻറ്റ്. അതും എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. മൈനസ് ഫിഗറായിട്ട് കാണിക്കുക. ചിലപ്പം ഫൈനൽ ഡിവിഡൻറ്റ്, പ്രീവിയസ് ഇയറിലെ ഡിവിഡൻറ്റ് ഈ വർഷം കൊടുക്കും. അതാണ് ഫൈനൽ ഡിവിഡൻറ്റ് പെയ്ഡ്. പ്രീവിയസ് ഇയറിലുള്ള ഡിവിഡൻറ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ആക്ടിവിറ്റീസിൻ്റെയും എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തേത് ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റീസിൻ്റെ ഫിനാൻസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഈ മൂന്നും ആഡ് ചെയ്യാം. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. അതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് ഉണ്ടാവും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അപ്പോൾ അത് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാകും, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടാകും. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടും. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്തുള്ള ലാസ്റ്റിലുള്ള ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാലൻസ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ആണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ 1-2 പ്രാവശ്യം എഴുതി മനസ്സിലാക്കിയാൽ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.